ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഈ ഒരു സംരംഭത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഷഫീദ ടീച്ചറെയും അതുപോലെ തന്നെ തസ്ലീം ബാനു ടീച്ചറെയും അഭിനന്ദിക്കുകയാണ്. നല്ലൊരു പദ്ധതിയാണ്. കുറച്ച് സമയമുള്ളൂ അല്ലേ, 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ജോയിൻ ചെയ്യുന്നവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും പെട്ടെന്ന് തീരുമല്ലോ, ഒരു 15 മിനിറ്റ് അല്ലേ എന്നുള്ളത്. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയേക്കാം. എങ്കിൽ പോലും ഞാൻ പരമാവധി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സന്തോഷം, എങ്ങനെ സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളാണ്. ആക്ച്വലി ഇതൊരാള് നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു നോക്കാം. എന്ത് പറഞ്ഞു നോക്കാം? സന്തോഷം എന്നതൊരു യാത്രയാണ്, അതൊരു ലക്ഷ്യസ്ഥാനമല്ല. എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു കാമ്പുണ്ട് അല്ലെ, ഒരു ഡെസ്റ്റിനേഷൻ. ഹാപ്പിനെസ് ഈസ് ജസ്റ്റ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കാമ്പും കഴമ്പും ഉണ്ട്. അതായത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും. സാധാരണ ചോദിക്കാറുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു, അതിനോടുള്ള ഇഷ്ടം എപ്പോഴാണ് കുറയുക എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാൻ പറ്റും. എപ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തോട് പിന്നെ ഇഷ്ടമില്ലാതായി മാറുക? എന്തായിരിക്കും ആൻസർ? ആരെങ്കിലും ഒരാള് എന്തേലും പറഞ്ഞോ, തെറ്റിക്കൂട്ടെ. നമുക്ക് കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ. കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ അല്ലെ? അല്ല, നമുക്കത് കിട്ടിക്കഴിയുമ്പോഴുള്ള അവസ്ഥ. എന്താ പറഞ്ഞത് ഹസ്നു? എന്താ പറഞ്ഞേ? നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ. എക്സാക്ട്ലി, അതാണ്. കിട്ടിക്കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ ആൻസർ ഏകദേശം അതിന്റെ അടുത്ത് തന്നെയാണ്. കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുമ്പോ കുറുക്കം മുന്തിരിക്ക് ചാടിയിട്ട് കിട്ടാതായപ്പോ എന്ന് പറഞ്ഞതുപോലെയാവും അല്ലെ. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അതിനോട് പിന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളെ കൈകളിലായി കഴിഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് പ്രധാന 3 കാര്യങ്ങളാണ്. ഒന്ന്, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ്. മാനസികമായിട്ടുള്ള ആരോഗ്യം, ശാരീരികമാണ്. ഇപ്പൊ നമ്മൾ ഡോപ്പമിൻ എന്ന് പറയുന്ന കഥകളൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. അതൊന്നും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓഡിയൻസിന്റെ ഒരു സ്ട്രെങ്ത് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മുടെ ബന്ധങ്ങളാണ്. മൂന്നാമത്തേതിനെ നമ്മൾ എന്തെന്ന് പറയാം, പ്രൊഡക്ഷൻ, ഉൽപാദനക്ഷമത എന്നൊക്കെ പറയാം. മാനസികാരോഗ്യവും അല്ലെങ്കിൽ ശാരീരികാരോഗ്യം ഉണ്ടാവാൻ എന്തുണ്ടായിരിക്കണം? അവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ജനിതക ഘടകങ്ങൾ എന്നാണ് അതിന് പറയുക. ഓക്കെ, ജനിതക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനക്ഷമത, അത് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഒരു കുട്ടീൻ്റെ അടുത്ത് അധ്യാപകൻ ചോദിച്ചു, എപ്പോഴാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്ന മറുപടി, പരീക്ഷ ഒഴിവാക്കിയാൽ മതി സാറേ, അപ്പോൾ ഭയങ്കര ഹാപ്പി ആകുമെന്ന് കുട്ടി മറുപടി പറയുന്നു അല്ലെ. അതാണ് അവന്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. നമുക്ക് 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. 10 കാര്യങ്ങൾ. ഒന്ന്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ്? കൃതജ്ഞത പ്രകടിപ്പിക്കുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് സാധാരണ പറയാൻ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആരോഗ്യം, മക്കള്, സമ്പത്ത്, വീട്, വാഹനം, വിദ്യാഭ്യാസം, ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്ങുകളാണ്. അത് കൗണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഏതെങ്കിലും ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട കാര്യമല്ല. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അരുളി തന്നിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഓരോ ദിവസവും നന്ദിയുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എഴുതി പ്രാക്ടീസ്. എഴുത്ത് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടും വളരെ കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ നമുക്ക് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരുമായിട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നത് എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും.
സന്തോഷം നമ്മളിൽ ഉണ്ടാകുന്നത് കുറേ സമ്പത്ത് ഉണ്ടാകുമ്പോഴല്ല, കുറേ യാത്ര ചെയ്യുമ്പോഴല്ല, കുറേ വിദ്യാഭ്യാസം യോഗ്യതകൾ ഉണ്ടാകുമ്പോഴല്ല. ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നവരോട് നന്ദി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരിക്കലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ആ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടായ സന്ദർഭങ്ങൾ വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ഇപ്പൊ ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും മന്തിയും പൊറോട്ടയും ബീഫും തുടങ്ങിയിട്ടുള്ള കുറേ ധാരണങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷെ ഒരു കുട്ടി അതിനിടയിൽ പറഞ്ഞത്, ഞാൻ സർ ഒരിക്കല് എൻ്റെ അയൽവാസിയുടെ വീട് കത്തിക്കൊരു 2-3 വീടുകൾക്കപ്പുറം അവിടെ അതിൻ്റെ ഉള്ളിൽ വളരെ എന്താ പറയാ അത്ഭുതം, പിന്നെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു കൈക്കുഞ്ഞിനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിച്ചു. അതാ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. നോക്കൂ, സന്തോഷത്തിന്റെ വ്യതിയാനങ്ങൾ നോക്കൂ. സോ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ്. രണ്ടാമത്തേത്, റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക. കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക. ചിലപ്പോ ഒറ്റ ഫോൺ കോളിൽ തീരുന്ന പ്രശ്നമായിരിക്കും. എന്താണ് വിശേഷം, നമ്മൾ ഇങ്ങനെ നിന്നാൽ മതിയോ, കഴിഞ്ഞു കാര്യം. അല്ലെങ്കിൽ ഒരു അഭിവാദ്യം പ്രത്യഭിവാദ്യം ചെയ്യുക, ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ഈവനിങ് ഓർ അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, അതിന്റെ മേലെ അലിഞ്ഞു തീരുന്ന എത്രയോ ബന്ധങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലെ. കാലങ്ങളായിട്ട് വിട്ടുനിൽക്കുന്ന അയൽവാസി ബന്ധം, കുടുംബ ബന്ധങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഫോൺ എടുത്ത് വിളിക്കുക, വീട്ടിൽ നേരിട്ട് പോവുക, പരിചയം പുതുക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ ബ്രദർ ആയിരിക്കും, സിസ്റ്റർ ആയിരിക്കും, ഫാദർ മദർ ആയിരിക്കും, പിന്നെ അയൽവാസി ആയിരിക്കും, ആരായാലും കുഴപ്പമില്ല, ചെയ്യുക. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടും. ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിന് ലഭിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ട്രാക്ക് കെയർ ഓഫ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മളെ ശാരീരിക ആരോഗ്യം സൂക്ഷിക്കുക. രാവിലെ ഗംഭീരമായി ഓടിയിട്ട് നിന്നിട്ട് കിതക്കുന്നവരെ കണ്ടിട്ടില്ലേ? അപ്പൊ കിതക്കുമ്പോ അവര് ഭയങ്കര ബുദ്ധിമുട്ടിലാണോ കിതക്കുന്നതില്ല? ആ കിതപ്പിനുള്ളിൽ എന്തുണ്ട് യഥാർത്ഥത്തില്? അവരനുഭവിക്കുന്ന ഭയങ്കരമായ ഒരു സന്തോഷത്തിന്റെ ഒരു തീക്ഷ്ണത നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോ നാലാമത്തേത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട സന്തോഷമാണ്. മൂന്നാമത്തേത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട സന്തോഷമാണ്. നാലാമത്തേത് ടേക്ക് കെയർ ഓഫ് മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം അല്ലെ. യോഗ, ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചേർത്തി പറയാവുന്ന കാര്യങ്ങളാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? നമുക്ക് പിന്നെ എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ പറയാ, നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത്. ചിന്തകളെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചിതറിത്തെറിച്ച ചിന്തകൾ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ചിന്തകൾ ഇല്ല. നമ്മുടെ ചിന്തകളൊക്കെ എന്താ പറയാ, നമുക്ക് സ്വരുക്കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കഴിയുക. ചിതറിയ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുക. അത് എന്താ പറയാ, സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള നാലാമത്തെ കാര്യമായിട്ട് എണ്ണാറുണ്ട്. ഇതൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ. അതൊക്കെ എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം വർദ്ധിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക. ലേൺ ന്യൂ തിങ്സ്. പുതിയ ഹോബികൾ കണ്ടെത്തുക, പുതിയ കോഴ്സുകൾ പഠിക്കുക. എന്തെങ്കിലും ഇപ്പൊ 2025 വരുമ്പോ നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹങ്ങളിൽ എന്താണ്? ഈ വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാസം അവസാനിക്കുമ്പോൾ അങ്ങനെ ചെറിയ ഷോർട്ട് ടേം പിന്നെ പ്ലാൻസും ലോങ് ടേം പ്ലാൻസും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുക അല്ലെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ നടക്കുന്ന ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, അതുപോലെ തന്നെ ഇസ്ലാമിക് സൈക്കോളജി, ലേണിംഗ് ഡിസേബിലിറ്റി, ഇതൊരു പുതിയ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ആറാമത്തേത്, സെറ്റ് യുവർ ഗോൾസ് ആൻഡ് വർക്ക് ടുവേർഡ്സ് ദം. ലക്ഷ്യങ്ങൾ വെക്കുക, അവ നേടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു ആഗ്രഹം മുന്നിൽ വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള സ്റ്റെപ്സുകളും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സെറ്റ് ചെയ്ത ഗോളിന് വേണ്ടി ആ സ്റ്റെപ്പുകളിലൂടെ മേലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്താ പറയാ, നമ്മൾ കണക്ട് വിത്ത് നാച്ചുറൽ, പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കുക അല്ലെ. ഇപ്പൊ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീ, നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ സംഭവിച്ചു പോയ അല്ലെ, പെട്ടിമുടിയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പ്രകൃതിയുമായിട്ട് ജനങ്ങൾക്കില്ലാത്ത ബന്ധം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും.
ഓക്കെ, നെക്സ്റ്റ് ഈസ് പിന്നെ സ്വയം കരുണ കാണിക്കുക, പ്രാക്ടീസ്, സെൽഫ് പ്രാക്ടീസ് ചെയ്യുക സ്വന്തത്തോട്, അല്ലെ? എനിക്ക് ചിലപ്പോൾ എൻ്റെ മുടിയില്ല, മുടി കയറി പോകുന്നു, അത് എനിക്കൊരു പ്രശ്നമാണ്. കണ്ണാടി നോക്കുമ്പോൾ ഷോ ഞാൻ എന്താ ഇങ്ങനെ, അല്ലെ? പക്ഷെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അത് ആ ബ്ലെസ്സിങ്ങിനെ ഞാൻ കൗണ്ട് ചെയ്യില്ല. മുടിയില്ലാത്തതിന്റെ പ്രശ്നമാണ്, ഷോ ഞാൻ കറുത്തിട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കൂടുതലാണ്, മെലിഞ്ഞിട്ടാണ്, തടിച്ചിട്ടാണ്. ഇതല്ല, നമ്മുടെ സ്വന്തത്തെ എന്താ പറയാ, അതിലൊരു സന്തോഷം കണ്ടെത്തുക. 9 സ്വയം കരുണ കാണിക്കുക, എന്താ പറയാ, സ്വയം വിമർശനം ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് സ്വയം വിമർശനം. 10ാമത്തേത് നമുക്ക് പറ്റുമെങ്കിൽ സംഗീതം ആസ്വദിക്കുക. എങ്ങനെ? വെറുതെ സംഗീതം ആസ്വദിക്കരുത്, അതിന് പകരം എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്ന് ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ട് പുതിയൊരു ലോകത്തേക്ക് ചെന്നെത്തിപ്പെടുക. മ്യൂസിക് ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതികള് നിയന്ത്രിക്കുന്ന ആ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. സോ അൾട്ടിമേറ്റ്ലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. നമുക്കൊരു 3 പ്രാവശ്യത്തെ ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം, അല്ലെ? ഹാപ്പിനെസ് ഈസ് ദ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്നുള്ളതൊന്ന് പറഞ്ഞു നോക്കാം. ഒരു 3 പ്രാവശ്യം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയാം. നിങ്ങൾ ഉച്ചത്തിൽ പറയൊന്നും വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോ അവിടെ ആരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറക്കലായി പറയാം. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കാം, അല്ലെ? 3 പ്രാവശ്യം. ആരും റെഡി? എല്ലാവരും റെഡി അല്ലേ? ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും ഒരു യെസ്. 2 3 4 5. ഓക്കെ, നമ്മൾ കണ്ണടച്ചൊരു വന്നു. സന്തോഷം എന്നതൊരു യാത്രയാണ്, അതൊരു yes. Happiness is a journey, not a destination. Not a Happiness is a journey, not a destination. Happiness is a journey, not a destination. ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം മതി യഥാർത്ഥത്തിൽ സന്തോഷത്താണ്. പുതിയ പുതിയ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ പരിശ്രമത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല, അതുകൊണ്ടാണ് ആഗ്രഹിച്ചാൽ ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഗോൾ സെറ്റ് ചെയ്താലാണ് നമുക്ക് അതിലേക്കുള്ള സ്റ്റെപ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ മനസ്സ് സന്നദ്ധമാവുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ അത് എൻ്റെ മാത്രം കുറവാണ്, ഞാൻ ഈ അവതരിപ്പിച്ച പോയിന്റുകളുടെ കുറവല്ല. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്ത ആളുടെ കുറവാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ അവസരം തന്നതിന്, ഇതിന്റെ സംഘാടകരുടെ അടുത്തും എന്നെ കേട്ടതിന്, അല്ലെങ്കിൽ എന്നെ സഹിച്ചതിന്, എന്നെ ശ്രവിച്ചതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. താങ്ക് യു. താങ്ക് യു സർ. ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കാൻ ഖലീൽ സാർ ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ 1% ബെറ്ററിൽ നമുക്ക് സന്തോഷത്തിന്റെ ഏറ്റവും നല്ല മാതൃക കാണിച്ചുകൊണ്ട് നമുക്ക് ഉദാഹരണമായി ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ തന്ന ഖലീൽ സാറിന്, അദ്ദേഹത്തിന്റെ ദിശ സ്കൂൾ ഓഫ് കൗൺസിലിങ്ങിന് നമ്മൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു വൺ ആൻഡ് ഓൾ.